ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടോം ടീന വൈബ്സ്. അപ്പോൾ ഇന്നൊരു നല്ല മഴയുള്ളൊരു ദിവസമാണ്. ഞാനിപ്പോൾ എൻ്റെ ഈ റൂമിൻ്റെ അകത്ത് നിന്ന് വീഡിയോ എടുക്കണേ നിങ്ങൾ ആലോചിക്കേണ്ടാവല്ലേ. ഞാൻ ആദ്യം തന്നെ രണ്ടുപേരെ കാണിച്ചു തരാമെന്ന് ഓർത്തിട്ടാണ്. ഇതാ ഒരാൾ ഇവിടെ കിടന്നുറങ്ങുന്നത് ജോങ്കുട്, ഒരാളുടെ ഇവിടെ കിടന്നുറങ്ങുന്നത് ആബേലു. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇപ്പോൾ സമയം ഏകദേശം 5 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ വർക്ക് ഫ്രം ഹോമിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു മരണ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒന്ന് പോയിട്ട് ഇങ്ങനെ തിരിച്ചു വന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ച് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുക. കാരണം ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഇവരുടെ ഇങ്ങനെ പിള്ളേർ നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് പിന്നെ ഒരു വ്ളോഗ് ആക്കിയേക്കാം എന്ന് വിചാരിച്ചു. കാരണം നല്ല മഴയുള്ള ദിവസമാണ്. നമ്മൾ ഈ വയനാട്ടിൽ ഈ ദുരന്തമൊക്കെ കഴിഞ്ഞിട്ട് ന്യൂസ് TV തുറന്നാൽ അതേ കാണാനുള്ളൂ. നമുക്ക് കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്ന ഒരുപാട് കാഴ്ചകൾ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പിന്നെ TV വെക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ പിള്ളേർ TVയുടെ മുമ്പിൽ തന്നെ ആയതുകൊണ്ട് നമ്മളങ്ങനെ TV കണ്ടിട്ടില്ല. പക്ഷേ ഇന്നലെ ഞാൻ ഓഫീസിൽ പോയിക്കായിരുന്നു. അപ്പോഴൊക്കെ ഫുൾ ടൈം ഇത് തന്നെ. പിന്നെ ഫേസ്ബുക്ക് തുറന്നാലൊക്കെ ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. സംസാരിക്കുമ്പോഴൊക്കെ ഈ ഒരു കാര്യങ്ങളെ പറ്റിയാണ് ലാസ്റ്റ് ചെന്നെത്തുക. ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമുള്ള കുറേ കാര്യങ്ങളല്ലേ. നമ്മളാണെങ്കിലും ഇങ്ങനത്തെ വീടും ഇതൊക്കെ പെട്ടെന്ന് ഒഴുകി പോകാവുന്ന ഒരവസ്ഥ. നമ്മൾ ഓൾറെഡി വെള്ളപ്പൊക്കത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളിവിടെ അനുഭവിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്രളയത്തിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നൊക്കെ തന്നെ നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയും കൂടെയൊക്കെ ആകുമ്പോൾ മനുഷ്യനെ ആലോചിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്തായാലും. അപ്പം ഞാനപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെ കളക്ടർ അവധി കൊടുത്തൊരു ദിവസം അത് നമ്മളെങ്ങനെയാണ് ഇവിടെ കഴിഞ്ഞു പോണത് എന്നുള്ളത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് വേറെ 1-2 ചെറിയ കൂട്ടങ്ങളും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ പുതിയതായിട്ട് വാങ്ങിച്ച കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതും കൂടിയൊക്കെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ എന്താ ഇവിടുത്തെ വെള്ളത്തിനൊരവസ്ഥ എന്താണ്, ഇവിടുത്തെ നമ്മുടെ പാടമൊക്കെ നിറഞ്ഞ് കവിഞ്ഞു റോട്ടിലേക്ക് വെള്ളം വന്നൊരവസ്ഥയായിരുന്നു ഇന്നലെ രാത്രി ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ പകൽ ഇത്തിരി നേരം മഴ കുറഞ്ഞ് നിന്നു. ഇപ്പോൾ പിന്നെയും മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മഴ കൊണ്ടാണ് എനിക്ക് വർക്ക് ഫ്രം ഹോം കിട്ടിയത്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ നിലവിൽ 6 പിള്ളേരും ഞാനും മമ്മിയും ആണുള്ളത്. ഡാഡി പുറത്തേക്ക് പോയി. പിന്നെ എന്താ പറയുക, ജൂലൈ അവസാനം ആയതുകൊണ്ട് തന്നെ ഷെറിനൊക്കെ നല്ല വർക്കുണ്ട്. ITR ഒക്കെ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് ഒക്കെ ലാസ്റ്റ് ആയിക്കോളാം. അപ്പോൾ അതുകൊണ്ട് അവർ ഓഫീസിൽ പോയേക്കുവാണ്. പകരം ഞാനാണ് ഇന്നിവിടെ ഉള്ളത്. ഇന്നലെ ഇവിടെ ഷെറിനാണ് ഇട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഞാനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പം മഴ നല്ലോണം തണുപ്പൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അബലും ജോഹും ഉറങ്ങിപ്പോയി. ലല്ലി ഒരു കട്ടിലിൽ കിടന്നുറങ്ങുന്നുണ്ട്. ഇത്താക്കുനെ ഞാൻ തൊട്ടിലിൽ കിടത്തി ഉറക്കാൻ പാട്ടൊക്കെ വെച്ച് അവിടെ കിടത്തിയേക്കാണ്. അവനിപ്പോൾ ഉറങ്ങും. പിന്നെ അമ്മും അപ്പും കൂടി TV കണ്ടുകൊണ്ടിരിക്കും. ഇപ്പം തന്നെ ഉറങ്ങും. അതാണ് അവസ്ഥ. അപ്പൂന് കണ്ണടഞ്ഞടഞ്ഞുകൊണ്ട് പോകാം. അപ്പോഴാണ് ഞാൻ ഒരു ഇൻട്രോ എടുത്ത് വെച്ചേക്കാന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻട്രോ. പിന്നെ ഫാൻ ഇട്ട് കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഫാൻ്റെ ഒച്ച വരണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഫാൻ ഓഫ് എടുക്കുക. ഒരു ഉറങ്ങട്ടെ. ബാക്കി ഇതൊക്കെ വീഡിയോയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഞാൻ ഇന്നാളെ ഒരിക്കൽ ഈ ഒരു സ്റ്റാൻഡ് മേടിച്ച കാര്യം കാണിച്ചു തന്നായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാ കണ്ട, ഇതിപ്പോൾ ഫുള്ള് നിറഞ്ഞിങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീല് ഊരി വെച്ചു കേട്ടോ. കാരണം ഇവർ ഇത് തള്ളിക്കൊണ്ട് കിടന്നതൊരു പ്രശ്നമാക്കി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ വീല് ഊരി വെച്ചു. അതിൻ്റെ ഇതിപ്പോൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ തൂക്കിയൊക്കെ ഇടാം. എൻ്റെ ഒരു ബാഗ്, അതിൻ്റെ ഒപ്പം തന്നെ ഈ സൈഡിൽ ഇങ്ങനെ ഇവരുടെ ക്യാപ്പൊക്കെ ഇങ്ങനെയൊക്കെ വെച്ചേക്കുന്നത്, അങ്ങനെയൊക്കെ വെച്ചേക്കാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവരെ ബുക്കുകളൊക്കെ വെക്കാനായിട്ടൊന്നും ഞങ്ങളുടെ റൂമിൽ വലിയ സ്ഥലമില്ല. അപ്പോൾ ഇതാ ഒരെണ്ണം കൂടി ബലൂന് ഇഷ്ടം റെഡ് കളറാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാ ഒരു റെഡ്. ബാക്കി നിങ്ങൾ ഇതിൻ്റെ ചുറ്റുള്ള ചുവരൊന്നും ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നിങ്ങൾക്കറിയാമല്ലോ വീടിൻ്റെ അവസ്ഥ, അങ്ങനെയാണ് അവസ്ഥ. നമ്മുടെ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു സംഭവം പോലെ ഞാൻ ഇങ്ങനെ അവിടെ കൊട്ടിച്ച് വെച്ചേക്കാം. അപ്പോൾ ഇതാണ് ഒരെണ്ണം കൂടി ഞാൻ മേടിച്ചത് കേട്ടോ. അപ്പോൾ ഇതിൽ അത്യാവശ്യം ഇപ്പോൾ സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ തുറന്നാൽ നിങ്ങൾക്ക് കാണാം, ഇത് മുഴുവൻ ആബേലുൻ്റെ സങ്കേതമാണ്. ആബേലുൻ്റെ സാധനങ്ങൾ ആബേലു സുരുക്കൂട്ടി എല്ലാം എടുത്തൊക്കെ വെച്ചേക്കുന്നത് ഇതിനകത്താണ് കേട്ടോ. അപ്പോൾ സാധനങ്ങളുണ്ട് അതും ഇതൊക്കെ ആയിട്ട്. പിന്നെ ബുക്കുകളൊക്കെ ഇതിനകത്ത് വെക്കും, ബാഗൊക്കെ ഇവിടെ ഇങ്ങനെ എടുത്ത് വെക്കും. അങ്ങനെയൊക്കെയാണ് പരിപാടി. നല്ല ഉറക്കമാണ് രണ്ടുപേരും. അയ്യോടാ മഴയല്ലേ, അതുകൊണ്ട് ഇത് നല്ല ഉറക്കത്തിലാണ് ആശന്മാർ. ഞാൻ പുതപ്പിച്ചൊക്കെ അങ്ങ് കിടത്തിയപ്പോൾ പെട്ടെന്ന് എഴുന്നേൽക്കണ്ട, ഉറക്കം തീർന്ന് എഴുന്നേക്കട്ടെ എന്ന് ഓർത്ത്. അപ്പോഴാണ് എനിക്കിതേ ഒരു കൊറിയർ വന്നിട്ടുണ്ട്. ഇതാ കണ്ട, 2 അടിപൊളി നൈറ്റി കേട്ടോ. അപ്പോൾ ഇതെനിക്ക് മൂലൻ ഷോപ്പിൽ എന്ന് പറഞ്ഞൊരു പേജിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇവരുടെ പേജ് ഭയങ്കര ആക്റ്റീവ് കേട്ടോ. ഈ പേജിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാൻഡ് വർക്ക്, അതുപോലെ തന്നെ എംബ്രോയ്ഡറി, കട്ട് വർക്ക്, ഇതുപോലെ ഫ്രോക്ക് ടൈപ്പ്, അങ്ങനെയുള്ള ഒരുപാട് നൈറ്റീസ് അവൈലബിൾ ആട്ടോ. മെറ്റേണിറ്റി വെയറും എല്ലാം അവൈലബിൾ ആണ്. ഇവർ ഒരുപാട് പ്രൊഡക്ട്സ് റീസെല് ചെയ്യുന്നുണ്ട്. അതായത് കുർത്തീസും സാരീസും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള മെറ്റീരിയലും അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഇവരുടെ പേജിലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ പേജ് ഒന്ന് നോക്കണേ. ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം കേട്ടോ. നമുക്ക് ഒത്തിരി റീസണബിളും ആണ് എല്ലാ പ്രോഡക്ട്സും. ബാക്ക് നമ്മുടെ കുട്ടീസിലേക്ക് വരുമ്പോൾ സുഖമായിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. ഉള്ളിലാണ് സന്തോഷമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ലഞ്ച് ടൈമിലാണ് ഒരു പരീക്ഷണം വെച്ചേക്കുന്നത്. ആബേലും നല്ല ഗുഡ് ബോയ്സ് ആയിട്ട് ഇരിക്കുക കേട്ടോ. ചിരിച്ച രണ്ടുപേര് അവല് ചിരിച്ചടാ. ഒരു ഉമ്മ എടുത്തിത്താക്ക്. ആവൽ ചേട്ടൻ ഉമ്മ എടുത്തേ. ആവൽ ചേട്ടൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ എടുത്തേ.
അച്ചടാ. ആ ജോഹു അപ്പും ഒരു കൊടുത്തേ. അപ്പു ഒരു കൊടുത്തേ ജോഹുന്. കേറിയിരിക്കും, ഇറങ്ങാൻ പറ്റില്ല, കേറിയിരിക്കണം. എല്ലാ അപൂർവ സമയങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ ഇപ്പം തന്നെ അനുസരിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ സന്തോഷമായിട്ട് ടി വിയിൽ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മളിതാ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇവർക്ക് സ്കൂളിൽ കൊടുത്തു വിടുമ്പോൾ ഇവർ ഒറ്റയ്ക്ക് നല്ല വൃത്തിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വരും. അപ്പോൾ വീട്ടിലാണെങ്കിൽ നമ്മൾ വാരി കൊടുക്കണം എല്ലാവർക്കും. ഇപ്പോൾ ഈ 4 പേർക്കൊക്കെ വാരി കൊടുത്ത് വരുമ്പോഴേക്കും നമ്മൾ 3-4 ആളുണ്ടെങ്കിൽ പോലും കുറേ സമയം അവിടെ പോകും. അപ്പോഴാണ് ഞങ്ങൾ ഓർത്തത് പെട്ടെന്ന് തന്നെ സ്കൂളിൽ കൊടുത്തു വിടുന്ന അതേ ടിഫിൻ ബോക്സിൽ അങ്ങ് ഫുഡാക്കാം. അങ്ങനെയാണെങ്കിൽ അവരവിടെ ഇരുന്ന് കോരി, അവർ സ്പൂൺ വെച്ചാൽ കഴിക്കുന്നത്, കോരി അങ്ങനെ ഇരുന്ന് കഴിച്ചോളൂല്ലോ എന്ന് ഓർത്ത് അങ്ങനെയാണ് ഈ ഒരു പാക്കിങ്ങിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓരോരോ പ്ലേറ്റ്. അതിപ്പോൾ ജോഹുൻ്റെ പ്ലേറ്റാണ്. ഇത് അമ്മൂന് ശരിക്കും പറഞ്ഞാൽ ടിഫിൻ ഇല്ല, കാരണം അമ്മു അംഗനവാടിയിലാണല്ലോ, അവിടെ എല്ലാ ഫുഡും കിട്ടും. അപ്പോൾ പക്ഷെ അമ്മും ഇങ്ങനെ കൊടുക്കുമ്പോൾ എല്ലാവരുടെയും കൂട്ടത്തിലായതുകൊണ്ട് അങ്ങനെ അങ്ങ് കഴിച്ചു പോകും. അപ്പോൾ നമുക്കൊരു സമയം ലാഭമായിട്ടുള്ളൊരു പരിപാടിയായിട്ട് തോന്നി. അങ്ങനെയാണ് അപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ചിക്കനോ മീനോ അങ്ങനെ എന്തെങ്കിലും ആണ് മെയിനായിട്ട് വേണ്ടത്, പച്ചക്കറിയൊന്നും കാര്യമായിട്ട് വേണ്ട. അപ്പോൾ ഇന്ന് ഇങ്ങനെ ചിക്കനും നമ്മുടെ നല്ല മീൻ വറുത്തുണ്ട്. അപ്പോൾ അതിങ്ങനെ പിച്ച് ഇങ്ങനെ ഇട്ടിട്ട് അതാണ് ചോറിലിട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. എന്നിട്ട് ഇനി ടിഫിനാക്കി അങ്ങ് കൊണ്ട് കൊടുക്കും. ഇവരിങ്ങനെ ഒന്നിച്ചായതുകൊണ്ട് തന്നെ സ്കൂളിലിരിക്കുന്ന ഒരു ഫീൽ ഇവർക്ക് അങ്ങ് കിട്ടും. അപ്പോൾ ഇവർ നോക്കുമ്പോൾ കൊള്ളാം, അടുത്ത ആളുടെ കഴിഞ്ഞോ എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ അങ്ങ് കഴിച്ചോളും. അപ്പോൾ ഒപ്പം നമ്മൾ 1-2 മിഠായോ അല്ലെങ്കിൽ വേഫേഴ്സ് എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കൂട്ടെ ഇവരെ പറ്റിക്കാനായിട്ട്. ആദ്യം കഴിയണ ആൾക്ക് ഇത് തരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മുടെ പരിപാടികൾ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ചിലപ്പോൾ ഒരു ഇത്തിരി നെയ്യൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ചോറ് അങ്ങനെ കൊടുക്കുന്നത്. ഇന്നിപ്പോൾ ക്യാരറ്റൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതൊക്കെ ആക്കി കൊടുക്കും. അപ്പോൾ അട്രാക്ഷന് വേണ്ടിയിട്ട് ഇതാ ലഞ്ച് ബാഗിൽ തന്നെ വെച്ച് അങ്ങനെ അങ്ങ് കൊണ്ട് കൊടുക്കുകയാണ്. എല്ലാവരും എണീറ്റോ? അതെ, എല്ലാവരുടെയും ലഞ്ച് വന്നു. അതിൽ ജോഹുനും കൊടുക്കണം കേട്ടോ. ഓക്കെ, ലഞ്ച് ബാഗ്. ഇത് അമ്മൂന് സ്പൂണ്. ഇത് അപ്പൂൻ്റെ. അയ്യോ, അപ്പൂൻ്റെ സ്പൂൺ എവിടെ? അപ്പൂൻ്റെ സ്പൂണ്. ആബേലുൻ്റെ ബാഗ് എടുക്ക്. ആബേലുൻ്റെ ലഞ്ച് ബോക്സ് എടുക്ക്. എന്നാ ഇത് ആബേലുൻ്റെ ലഞ്ച് ബോക്സ്. താങ്ക് യു. ഓക്കെ, വെൽക്കം. ഇത് പിടിച്ചോ. ഓക്കെ, വെള്ളം ഇപ്പം കൊണ്ടുവരാം. അതെ, കുഴപ്പമില്ല. ജോഹു എടുത്തോളും. അതിപ്പോ തൽക്കാലത്തേക്കാണ്. അതിവിടെ മാത്രമേ കൊടുക്കണുള്ളൂ. ഓക്കെ, വേഗം കഴിച്ച എല്ലാരും. കഞ്ഞിവെള്ളം ഒഴിക്കണോ? അത് ഞാൻ ഒഴിച്ചു തരാം. അമ്മ വേഗം തുറക്ക്. അമ്മൂനെ തുറക്കാൻ അറിയില്ല. ജോഹു, ആബേലൊന്ന് ഹെൽപ്പ് ചെയ്യും അമ്മൂനെ തുറക്കാൻ. ഒന്ന് ഹെൽപ്പ് ചെയ്യും. ആബേല് താഴെ വെച്ചിരിക്കുക, അല്ലെങ്കിൽ ചോറ് താഴെ പോകാതെ നോക്കണം കേട്ടോ. ആബേലുവിൻ്റെ പാത്രം ഇങ്ങനെയാണ്. ഓക്കെ, അമ്മ ഓപ്പൺ ആക്ക്. അമ്മൂനൊന്ന് ഹെൽപ്പ് ചെയ്യോ ആപ്പു? എന്താ ഒരു ഒത്തൊരുമ. കഴിച്ചു തീർക്ക്. അന്ന് ജോഹുവിന് അപ്പൂൻ്റെ എടുക്കണേ. അല്ല, ആ സ്പൂൺ വേണ്ട. അപ്പൂൻ്റെ സ്പൂൺ മതി. അപ്പൂൻ്റെ തീർന്നിട്ടില്ല കേട്ടോ ഒട്ടും. അമ്മൂൻ്റെ ഇപ്പം തീരാറായി. ഗുഡ് ഗേൾ. വേഗം കൈഡിന്നൊക്കെ എടുക്കുന്നില്ല. ആബേലുവിൻ്റെ തീരാറായിട്ടില്ല, അപ്പൂൻ്റെ തീരാറായിട്ടില്ല. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ആർക്ക് വേണ്ടാന്ന്? ദേ മാഷ ഇപ്പൊ വരും കൂടെ ഇറങ്ങി. വയലിൽ വെച്ചോണ്ടിരിക്കല്ലേ, വേഗം ഇറക്ക്. ഫസ്റ്റ് അവിടെ ആൾക്കൊരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. വേഗം തിന്നാൻ വരൂ. വേഗം കഴിക്ക്. ഇന്നത്തെ ദിവസം അവസാനിക്കുന്നതായി ഈ പ്രാർത്ഥനയോട് കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള വോയിസ് ഞാൻ പിന്നെ കേൾപ്പിക്കേണ്ടെന്ന് ഓർത്തിട്ടാണ്. കാരണം എല്ലാവരും ഭയങ്കര ഉറക്ക പ്രാർത്ഥനയല്ലോ കേട്ടോ നമ്മുടെ മക്കൾ. 4 പേരും ഇങ്ങനെ നേരത്തെ നിന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതിനകത്ത് ലല്ലി മിത്താക്കും ഒരു എക്സ്ക്യൂസാണ്. അവരിങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പ്രാർത്ഥന മാത്രമായിട്ട് ഒരു ദിവസം വേറെ എടുക്കാം കേട്ടോ, നമ്മുടെ പിള്ളേർ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ് പോയത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഇനിയും ഒരു അടിപൊളി ഹോം വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ഈ വീഡിയോയിൽ കണ്ട കാര്യങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, പെട്ടെന്ന് അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.